Hi friends, Oxten പുതിയൊരു സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പാമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്നോ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതായത് നമ്മളെ ക്രിസ്മസ് ആണ് വരുന്നത്. അപ്പോൾ ക്രിസ്മസിൽ പുൽക്കൂടിലേക്ക് ഇടാനും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്നോ നമ്മൾ പാമ്പേഴ്സ് വെച്ച് ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയല്ലേ, അതും വെറും 20 രൂപയുടെ പാമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് കുറേ സ്നോ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് പാമ്പേഴ്സിൽ നിന്ന് നമ്മൾ സ്നോ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് പാമ്പേഴ്സ് ആദ്യം കട്ട് ചെയ്യുകയാണ്. ഓക്കെ, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ എടുക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, കിറ്റിൽ രണ്ടെണ്ണമാണ് വരുന്നത്. ഇതാണ് സംഭവം അല്ല, നമ്മുടെ ട്രൗസർ പോലെ പിള്ളേർക്ക് ഇടാനായിട്ട് അല്ലേ. ഓക്കെ, അത് നൈസായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയും കട്ട് ചെയ്യണേ. കറക്റ്റായിട്ട് കാണിച്ചു തരാം. നോക്കിയേ, ഇനി ഇവിടെയും ഇവിടെ നമുക്ക് കീറാം. കട്ട് ചെയ്യാനുള്ള കീറാം. ഇങ്ങനെ വെച്ച് നല്ല കുറച്ചുകൂടി കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് കേട്ടോ. നോക്കിയാൽ കണ്ട ഉള്ളിൽ നോക്കിയേ ഒരു നീലപ്പുണ്ട്. ഇതാണോ ഇനി നമ്മ കഴിഞ്ഞ പ്രാവശ്യം വിസ്പറാണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. അല്ല, അൺബോക്സ് അല്ല, ഉള്ളിലാണ് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാം. കൂടെ നമ്മൾ ഇതിന് ഇതുണ്ടാക്കാൻ പോണ്, മഞ്ഞുണ്ടാക്കാൻ പോണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള മഞ്ഞ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. നൈസായിട്ട് നോക്കിയേ, ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെൻറ്റർ കട്ട് ചെയ്തിട്ട് കറക്റ്റ് കാണിച്ചിരിക്കുന്ന. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫ്രണ്ട്സ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട്. എന്താ ഇത് നോക്കിയേ, ഒറ്റ മെസ്സേജ് അയച്ചതാ. ഫുൾ ഇംഗ്ലീഷ്. അതല്ലേ നിന്നെ വിളിച്ച്? എനിക്കറിയില്ല. ഇല്ല, പഠിച്ചാ പോരെ. എടാ, സ്കൂളിൽ പോയിട്ട് പഠിച്ചില്ല, പിന്നെയാണ്. അതുപോലെ വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിച്ചൂടെ? ആണോ? അതെങ്ങനെ? ഇംഗ്ലീഷ് കഫേ വഴി 2 മാസം കൊണ്ട് ഇംഗ്ലീഷ് സിമ്പിളായിട്ട് പഠിക്കാം. ഒന്ന് കാണിച്ച്. അതിപ്പോ നിന്റെ പ്രായ ജോലിയാണ്, അതൊന്നും ഒരു വിഷയമല്ല. എപ്പോഴാണെങ്കിലും അത് നീ ഫ്രീ ആവുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാം. കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയും. അതറിയാം. നിങ്ങൾക്ക് എന്തോരം ഇംഗ്ലീഷ് അറിയാന്നുള്ള ടെസ്റ്റ് ചെയ്യും. അതിൽ എൻട്രി, സെക്കൻഡറി, അഡ്വാൻസ്ഡ് എന്ന 3 ലെവലുണ്ട്. ഇതിൽ ഏതിലാണ് നീ നിൽക്കണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും നിനക്ക് ട്രെയിനിങ് തരുന്നത്. പിന്നെ മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിനക്കായിട്ട് ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും. ഒരു 9 മണി തൊട്ട് രാത്രി 11 മണി വരെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരെ വിളിച്ച് ചോദിക്കാം. ഇംഗ്ലീഷിൽ നീ ഇപ്പൊ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് കോളിംഗ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ഇംഗ്ലീഷ് സംസാരിക്കാനും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. വാട്സപ്പിലാവണം, നിങ്ങൾക്ക് എവിടെയും പുറത്ത് പോകുന്നു വേണം. നീ എവിടെയാണോ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റും. സിമ്പിളാണ്. നീ എപ്പോൾ ഫ്രീ ആവുന്ന അപ്പോൾ കയറിയാൽ മതി. കറക്റ്റ് ടൈം ഒന്നുമില്ല. പഠിച്ചെടുക്കാൻ എന്ത് ടൈം 2 മാസം കൊണ്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാം. നമുക്ക് ചെറിയൊരു ഫീസ് കൊടുത്താണ് ഇതിൽ ജോയിൻ ചെയ്യണത്. ചെറിയൊരു ഫീസ് ഉണ്ട്. നിങ്ങൾക്ക് 2 മാസം കൊണ്ട് പഠിക്കാൻ പറ്റില്ലെങ്കിൽ 6 മാസം വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ട്. ആ ഒരു ഫീസിൽ തന്നെ എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. മാത്രമല്ല, ഇംഗ്ലീഷ് അവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. എടാ, നമുക്ക് മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക് വരെ, ഇവനെപ്പോലുള്ള ചെറിയ കുട്ടികൾക്ക് വരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. ഇംഗ്ലീഷ് കഫേ ജൂനിയർ എന്ന് പറഞ്ഞിട്ട് 40 ദിവസത്തെ വീഡിയോ ക്ലാസ് ഉണ്ട്. അപ്പൊ അതുവഴി നിനക്ക് ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? എടാ, ജോയിൻ ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുവഴി സിമ്പിൾ ആയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ ജോയിൻ ചെയ്യാൻ പറ്റും. അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? പൊടി വരും. അതിനുള്ളിൽ പൊടി ഉണ്ട്. ഈ ഒരു പൊടിയാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഒരു പൊടി നമുക്ക് നൈസായിട്ട് ഇവിടെ ഇടാം. ടേബിൾ മിട്ട് കാണിച്ചു തരാം. ഓക്കെ, പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേണ്ടാ, ഈ ഒരു പൊടിയാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഒരു പൗഡറാണത്. ഒരു പൗഡറാണ് നമുക്ക് ആവശ്യം. ഇനി കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഈ ഒരു പൗഡർ എല്ലാത്തിൽ നിന്നും എടുക്കേണ്ട നല്ല രീതിക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. പഞ്ഞല്ലാതെ വേറെ പഞ്ഞി വേറെ ഉണ്ട്. ഇപ്പുറത്ത് പഞ്ഞി ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ പഞ്ഞല്ല. ഈ ഒരു സാധനം മാത്രം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരെണ്ണത്തിന്. അപ്പം ഇനി ബാക്കി 3 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടി കട്ട് ചെയ്തെടുക്കാട്ടെ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇത്രയും പൗഡറാണ് കിട്ടിയേക്കണത്. ആ പൗഡർ മൊത്തത്തിൽ ഇങ്ങോട്ട് പൗഡർ അത്യാവശ്യം കട്ടിയുള്ള പൗഡറാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ചൊന്ന് ഈർപ്പം പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ പൗഡർ. അപ്പൊ ഇതിലേക്ക് നൈസായിട്ട് നമുക്ക് ഇത് മാത്രം ഇട്ട് കൊടുക്കാനുള്ളൂ, വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളൂ. ശരിക്കും കണ്ടോ? ഓക്കെ, ശരിക്കും റിയാക്ഷൻ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ശരിക്കും റിയാക്ഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നോക്കിയാ, കാണില്ലേ? വേണ്ട. ഓക്കെ, നോക്കിയേ. പൊളി പൊളി നോക്കിയേ.
നൈസ് നോക്കിയറാ. വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് നമുക്ക് അളവ് കൂടണം. നോക്കിയോ ഇറങ്ങി. ഓ പൊളി, അടിപൊളി. നോക്കിയേ എന്ത് രസാ. കറക്റ്റ് സ്നോയുടെ ഒരു ഫീൽ ഉണ്ട്. എന്ന് വെച്ചാൽ ഒറിജിനൽ സ്നോ ഞാൻ കണ്ടിട്ടില്ല എങ്കിലും നോക്കിയാ ഒരു നല്ലൊരു രസം, നല്ല ജെല്ലായിട്ട് നല്ല അടിപൊളി. കറക്റ്റായിട്ട് പൊടി ഞെക്ക് പോണ നോക്കിയാ അടിപൊളി. കുറച്ചാകെ 4 എണ്ണം ഉള്ളൂ. 4 എണ്ണത്തിനാണ് ഇത്രയും കിട്ടിയേക്കണ്ട. 4 പാമ്പേഴ്സിനാണ് ഇത്രയും സ്നോ കിട്ടിയേക്കണത്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് അളവ് കൂടും. ഓ പൊളി അമ്പ അതൊക്കെ. ഓ അടിപൊളി. ഫേക്ക് സ്നോ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ സ്നോ ആണെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. അടിപൊളി. അപ്പോൾ എല്ലാവർക്കും തോന്നണ്ടാവും ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് പാമ്പേഴ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള എന്താണ് പൗഡർ എന്നുള്ളത്. അതായത് സോഡിയം പോളി അക്രലൈറ്റ് എന്ന് പറഞ്ഞ പൗഡറാണ്. അതിലേക്കാണ് ഒരു കെമിക്കലാണ്. അതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മളെ പാമ്പേഴ്സിൻ്റെ ഉള്ളിൽ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ പാമ്പേഴ്സിൻ്റെ ഈ പാഡ് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഈ പൗഡർ ഉണ്ടാകുന്നത്. പൗഡറിലേക്ക് നനവ് തട്ടുമ്പോൾ ഇത് ജെല്ലായിട്ട് മാറാണ്. നമ്മളെ വെള്ളത്തിൽ കാര്യങ്ങൾ ലീക്കേജ് ഇല്ലാതെ ഈ ജെല്ല് വലിച്ചു കുടിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ സ്നോ ആയിട്ട് മാറിയിട്ടുള്ളത്. കണ്ടോ പക്ക അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇപ്പം അങ്ങനെ ഒരു ഇഷ്യൂ കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ബെല്ലൈക്കൺ ഞെക്കാം. അപ്പോൾ നമ്മളെല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരാം. ഇതുവരെയും ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്. സ്കൂളിൽ പോയിട്ട് പഠിച്ചില്ല പിന്നെയാണ് അതുപോലെ വാട്സപ്പ് ഇംഗ്ലീഷ് അടിച്ചൂടെ. ഇംഗ്ലീഷ് കഫേ വഴി 2 മാസം കൊണ്ട് ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് പഠിക്കും. ജോയിൻ ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുവഴി സിമ്പിൾ ആയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ ജോയിൻ ചെയ്യാൻ പറ്റും. അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ?